ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് NCERT എന്തുകൊണ്ടാണ് UPSC പഠനത്തിന് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ NCERT ആണ് നിർബന്ധമായിട്ട് നിങ്ങൾ വായിക്കേണ്ട NCERT ഏതൊക്കെയാണ്, അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് NCERT പഠിക്കാൻ പറ്റുന്ന ഒരു NCERT ക്രാഷ് കോഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഫീസ് ഓൾറെഡി വരുന്നത് 5,000 ആണ്. അതൊരു സ്പെഷ്യൽ ഓഫറിൽ ഉണ്ടായിരുന്നു 1999 രൂപക്ക്. അത് ആദ്യം ജോയിൻ ചെയ്യുന്ന ഒരു 20 കുട്ടികൾക്കുള്ളതാണ് 1999. അതിൽ തന്നെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളവർക്കും വേണ്ടിയും അതുപോലെ തന്നെ റെക്കോർഡായിട്ടും മാത്രം, മറ്റേത് ലൈവായിട്ട് വരുന്നതാണ്, റെക്കോർഡായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി കംപ്ലീറ്റ് റെക്കോർഡായിട്ടാണ് അതുണ്ടാവുക. ഒരു സ്പെഷ്യൽ ഓഫർ 5 കുട്ടികൾക്ക് മാത്രമായിട്ട് 999 രൂപക്ക് പഠിക്കാനുള്ള ഒരു ഓഫറുണ്ട്. അപ്പോൾ അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൾറെഡി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, NCERT പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് കൂടുതലോ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വളരെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ NCERT നമുക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്ന UPSC-യിലായാലും KAS-ലായാലും. KAS-ൽ NCERT-യുടെ കൂടെ SCERT കൂടി വേണം. നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ പ്രത്യേകം പറയുന്നതാണ്, നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അത് NCERT UPSC-ക്കും KAS-നും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ NCERT ആവശ്യമായിട്ട് വരുന്നതെന്ന് പറയുന്നത് നമുക്ക് ഓരോ സബ്ജക്ട്സിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നാമതായിട്ട് വേണം. എല്ലാ സബ്ജക്റ്റും ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കോണമി ഇതൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് NCERT നിന്നാണ്. അത് 6th to +2 വരെയുള്ള NCERT വായിക്കണം. അത് നിർബന്ധമായിട്ട് വായിക്കേണ്ടതെന്ന് ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റി, എക്കോണമി, പിന്നെ ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന +2 ബയോളജിയുടെ കുറച്ച് ചാപ്റ്റേഴ്സ്, ഓക്കെ 10 മുതൽ 13 വരെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ. അപ്പോൾ അത് ഏതൊക്കെ വായിക്കണം എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഞാനൊരു PDF ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അതിലൂടെ അയക്കാം. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിലൂടെ ആ ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് വായിക്കലും ഓരോ റീഡിങ് ചെയ്യുന്ന സമയത്ത് ടിക്ക് ഇടാനുള്ള ഓപ്ഷൻസ് ഒരു പ്ലാനിങ് പോലെയാണ് അത് അയച്ചിട്ടുള്ളത്. അപ്പോൾ അത് എടുക്കുക, ഉപയോഗിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അത് പ്രത്യേകമായിട്ട് തരും. പ്രത്യേക ഒരു സ്ട്രാറ്റജിയും പ്ലാനിങ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റേഴ്സ് വെച്ച് പഠിച്ചു പോകാൻ പറ്റും. അങ്ങനെ ഒരു 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് NCERT കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ സബ്ജക്ട്സിനും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന NCERT, അതുകൊണ്ട് NCERT നമുക്ക് ഒന്നാമതായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കുറച്ച് എക്സ്ട്രാ റീഡിങ് വേണമല്ലോ. ആ റീഡിങ്ങിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ ഉള്ള രീതിയിൽ സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഹയർ ആയിട്ട് പഠിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നിങ്ങൾ പഠിച്ചൊരു സബ്ജക്ട്, ഡിഗ്രിക്ക് നിങ്ങൾ പഠിച്ചൊരു സബ്ജക്ട് ഹിസ്റ്ററി ആണെങ്കിൽ, ഹിസ്റ്ററി പഠിച്ച ഒരാൾ UPSC വന്ന് പഠിക്കുന്ന സമയത്ത് ഇയാൾക്ക് ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഹിസ്റ്ററി വെച്ച് ഈസി ആയിരിക്കും. അതെന്ന് പറയുന്നത് കുറച്ച് നമുക്ക് ഒരു ധാരണ, നമുക്ക് ഒരു കാര്യങ്ങളെ കുറിച്ച്, അതിന്റെ ബേസിക്കുള്ള കാര്യങ്ങളെ കുറിച്ചുണ്ട് എന്നതിന് മുകളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഈസിയായിട്ട് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് സബ്ജക്ട്സിലോട്ട് എടുത്ത് നിങ്ങൾ ചാടരുത്. NCERT ഒന്ന് വായിച്ച് തുടങ്ങുന്നത് നമ്മൾ പലപ്പോഴും പറയുന്നതുകൊണ്ടാണ്. NCERT വായിക്കുക, സബ്ജക്ട് മാത്രം വായിച്ചൊക്കെ നേടാൻ പറ്റും. പക്ഷേ NCERT വായിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ യാത്ര ഈസിയാവും, കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് UPSC പലപ്പോഴും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ NCERT ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഈവൻ 7th ഹിസ്റ്ററിയിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. +1 +2 ഒക്കെ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ജോഗ്രഫിക്ക് +1 +2 തന്നെ മതി. ജോഗ്രഫിയുടെ ഒരു 60% നമ്മൾ ഏത് സ്ഥാപനം നടക്കുന്ന മെറ്റീരിയൽസും NCERT ആണ്. +1 +2 NCERT കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അതിൽ കിട്ടും. വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി ഒക്കെ. അപ്പോൾ ഒരുപാട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, NCERT നിന്ന് UPSC ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണ്, അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ എന്ന് പറയുന്നത് മറ്റൊന്ന് പറയുന്നത്, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഇറക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് അതൊന്നും UPSC ഓതറൈസ്ഡ് ബുക്കല്ല. UPSC ഗവൺമെന്റ് ഇറക്കുന്ന ഒരു ബുക്കാണ് അവർ പലപ്പോഴും റെഫർ ചെയ്യുക. അതാണ് അടിസ്ഥാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് NCERT ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ NCERT വായിച്ചിട്ടുള്ള ഒരു പഠനമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പഠനം എന്ന് പറയുന്നത്. അപ്പോൾ NCERT പഠിച്ച് വായിച്ച് തന്നെ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ മറ്റുള്ള സബ്ജക്റ്റ് പഠിക്കുന്നതിന് കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, NCERT വായിക്കുക. അതിൽ 6th to 10th വരെയുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ +1 +2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്, 6th to 10th വരെയുള്ളത് നിങ്ങൾക്ക് ഇനി PDF വായിച്ചാലും പ്രശ്നമില്ല. +1 +2 കഴിയുന്നത് ബുക്കായിട്ട് തന്നെ വാങ്ങാം. ബുക്കായിട്ട് തന്നെ വാങ്ങിയത് റിപ്പീറ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. എസ്പെഷ്യലി +1 +2 ജോഗ്രഫി, പിന്നെ ഹിസ്റ്ററിയുടെ കുറച്ച് കാര്യങ്ങൾ, ഇന്ത്യൻ ഹിസ്റ്ററി കാര്യങ്ങൾ വരുന്ന ഏരിയാസ്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്നുള്ള ഒരു ബുക്ക് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചർ വരുന്ന സമയത്ത് പിന്നെ നിങ്ങൾ ഹിസ്റ്ററിയിൽ വേണ്ട തമിഴ്നാടിൻ്റെ ഹിസ്റ്ററി നോക്കിയാലും പ്രശ്നമില്ല. +1 +2 കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ്. വേൾഡ് ഹിസ്റ്ററി തമിഴ്നാടിൻ്റെ അതിൽ കുറച്ച് ആൻഷ്യനും മെഡീവലും കാര്യങ്ങളൊക്കെ അതിൽ കവർ ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ എൻവയോൺമെന്റ് വരുന്ന ചാപ്റ്റേഴ്സും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ബാക്കിയുള്ള NCERT ഒന്നും വായിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, ഒരിക്കലും വിട്ടുപോകരുത്. അപ്പോൾ ഈ രീതിയിൽ NCERT ഇതാണ് NCERT വായിക്കേണ്ട ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഏതൊക്കെ NCERT വായിക്കണം എന്നുള്ളത് ഞാൻ ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ടെലിഗ്രാം ചാനലിൽ അയക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിലൂടെ ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് മെറ്റീരിയൽസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താൻ പറ്റും. ഓക്കെ,
പിന്നെ NCERT വായിക്കാൻ നല്ലതെന്ന് പറയുന്നത് പ്രിപ്പറേഷൻ്റെ തുടങ്ങുന്ന സമയത്ത് NCERT കൂടിയാണ് നല്ലത്. ഒരു 2 to 3 months എടുത്തുകൊണ്ട് NCERT കവർ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം NCERT മാത്രമായിട്ട് വായിച്ചു പോകണ്ട. NCERT എന്ന് പറയുന്നത് ഇപ്പോൾ ഡെയിലി നിങ്ങൾ 10 മണിക്കൂർ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ വരെ എന്ത് ചെയ്യാൻ ഡെയിലി NCERT കൊടുക്കുക. ഇനി 2 മണിക്കൂർ കൊടുത്താലും തുടക്കത്തിൽ പ്രശ്നമില്ല. അത്തരത്തിൽ 2 to 3 months കൊണ്ട് വായിക്കുക. വായിക്കേണ്ടതെന്ന് പറയുന്നത് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ടും വായിക്കാം. പിന്നെ അതിന്റെ ക്ലാസ്സുകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്തിട്ടാണ് ക്ലാസ്സുകളും കണ്ട് നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് 3 കാര്യങ്ങളാണ് കിട്ടുക. ഒന്ന് ടെക്സ്റ്റ് ബുക്ക് കിട്ടും PDF ആയിട്ട്, രണ്ടാമതായിട്ട് അതിന്റെ ഷോർട്ട് മെറ്റീരിയൽസ് കിട്ടും, മൂന്നാമതായിട്ട് ക്ലാസ് കിട്ടും, പിന്നെ അതിന്റെ ടെസ്റ്റ് ഉണ്ടോ, 4 കാര്യങ്ങൾ. അപ്പം ഞാൻ പൊതുവെ പറയാറ് ഫസ്റ്റ് നിങ്ങളൊന്ന് ആ ക്ലാസ് കേൾക്കുക. പിന്നെ കുറച്ച് ക്ലാസ്സൊക്കെ ഫ്രീ ക്ലാസ് ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ ഉണ്ട് കേട്ടോ, സബ്ജക്ട് ജോഗ്രഫി 6th, 7th, 8th ഒക്കെ. പിന്നെ അപ്പോൾ അത് ക്ലാസ് കേൾക്കുക, അതിൻ്റെ കൂടെ അതിൻ്റെ ഷോർട്ട് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് ക്ലാസ് കേൾക്കുക, അതിൻ്റെ കൂടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, എന്നിട്ട് അതിൻ്റെ ഷോർട്ട് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് വായിക്കുക, എന്നിട്ട് അതിന് ടെസ്റ്റും ചെയ്ത് നോക്കുക. ഈ രീതിയിൽ ഒരു സ്മാർട്ടായിട്ടുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്ന സാധനങ്ങളോട് ഓർമ്മയിൽ നിൽക്കും. മറ്റേ നമ്മൾ വായിച്ചെന്നുള്ളൊരു തോന്നലുണ്ടാവും, ഓർമ്മ കിട്ടാൻ സാധ്യത കുറവായിരിക്കും. ഈ രീതിയിൽ പഠിക്കുന്നതായിരിക്കും ഒന്നുകൂടി നന്നാവും. ആ രീതിയിൽ കംപ്ലീറ്റ് NCERT കവർ ചെയ്യുക. അത് നിങ്ങളുടെ പഠനത്തെ 100% സഹായിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നമ്മുടെ ക്ലാസ്സും ഈ രീതിയിൽ ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നൽകുന്ന ക്ലാസ്സാണ്. ഇൻട്രാക്റ്റീവ് ഉണ്ട്, റെക്കോർഡിംഗ് ഉണ്ട്. ഓക്കെ, ആ രീതിയിൽ ക്ലാസ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. അതിലാവുമ്പോൾ കംപ്ലീറ്റ് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ക്ലാസ്സുകളായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ NCERT നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വായിക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞാൽ ലിസ്റ്റിലിടുന്ന NCERT മിനിമം വായിക്കേണ്ടത്. ഇപ്പം ചില ആളുകൾ ലിസ്റ്റിടുന്ന സമയത്ത് അതിൽ കൂടുതൽ വായിക്കണം എന്ന് പറയും. പക്ഷേ മിനിമം അത്രയെങ്കിലും വായിക്കുക. അതിൽ കൂടുതൽ വായിച്ചിട്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, നല്ലത് തന്നെ ആയിരിക്കും. ഓക്കെ, പക്ഷേ മിനിമം നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വായിക്കേണ്ട NCERT ആണത്. ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ മെറ്റീരിയൽസ്, ഷോർട്ട് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ടായിട്ട് മെറ്റീരിയൽ ഉണ്ടാക്കുക, നോട്ട് ഉണ്ടാക്കുക. പിന്നെ ഒരു വട്ടം റീഡിങ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്താൽ മതി, ആ ഷോർട്ട് മെറ്റീരിയൽസ് നിങ്ങളുടെ നോട്ട്സ് വായിച്ച് നോക്കിയാൽ മതി. ആ നോട്ട്സും വായിക്കാൻ പറ്റും, അതിൽ നമ്മൾ മറന്നു പോകും. റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. 6th to 10th വരെയൊക്കെ ഒരുപാട് നോട്ടൊന്നും ഉണ്ടാക്കണ്ട. +1 +2 ആണ് നല്ല രീതിയിൽ എന്ത് ചെയ്തോ നോട്ട് ഉണ്ടാക്കിയോ. ഈ രീതിയിലാണ് NCERT വായിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അപ്പോൾ നമ്മുടെ NCERT കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ UPSC KAS പഠിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അതിൽ NCERT അടക്കം കംപ്ലീറ്റ് സബ്ജക്ട്സും കൂടി കവർ ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, ഉടനെ കാണാം. അതുവരെ ബൈ.